5 വയസ്സുകാരനെ വെട്ടിക്കൊല്ലുകയും അമ്മയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ആസാം സ്വദേശിയായ 19-കാരന് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചു. പ്രതി ജമാൽ ഹുസൈനാണ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2023 മാർച്ച് 30-ന് മുപ്ലിയത്തുള്ള ഐശ്വര്യ കോൺക്രീറ്റ് ബ്രിക്സ് കമ്പനിയിലാണ് കേസിനാസ്പദമായ സംഭവം. കുഞ്ഞിന്റെ അമ്മ നജ്മ ഖാത്തൂൺ, അച്ഛൻ ബഹാറുൾ എന്നിവർ കമ്പനിയിൽ താമസിച്ചാണ് ജോലി ചെയ്തിരുന്നത്. സംഭവത്തിന്റെ തലേ ദിവസമാണ് നജ്മയുടെ വല്യമ്മയുടെ മകനായ ജമാൽ ഹുസൈൻ എത്തിയത്. നാട്ടിലെ സ്വത്ത് തർക്കത്തിൽ നജ്മയോടും കുടുംബത്തോടും വൈരാഗ്യമുണ്ടായിരുന്നെങ്കിലും പുറത്തു കാട്ടിയില്ല. പിറ്റേന്ന് രാവിലെ 7-ന് ബഹാറുളും മറ്റു പണിക്കാരും ജോലിക്കായി ഫാക്ടറിയിൽ കയറിയുടൻ അടുക്കളയിലായിരുന്ന നജ്മയെ വെട്ടുകത്തി ഉപയോഗിച്ച് തലയിലും കൈകളിലും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം തൊട്ടടുത്ത ഭക്ഷണം കഴിക്കുകയായിരുന്ന 5 വയസ്സുകാരൻ നജ്റുൽ ഇസ്ലാമിന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നു. കുഞ്ഞ് തൽക്ഷണം മരിച്ചു. നജ്മയുടെ വിരലറ്റു. 2 കൈകളുടെയും എല്ലൊടിഞ്ഞു. തലയിൽ മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ജോലിക്കാർ ചേർന്ന് പിടികൂടി കെട്ടിയിട്ട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. പ്രതിക്ക് മാനസിക രോഗമുണ്ടെന്നും കേസിൽ പെടുത്തിയതാണെന്നും ആസാമിൽ നിന്നും കേരളത്തിൽ നിന്നും ഹാജരായ അഭിഭാഷകർ വാദിച്ചെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഹൈക്കോടതിയിലടക്കം പലവട്ടം ജാമ്യ ഹർജിയുമായി പോയെങ്കിലും നിഷേധിച്ചു. വിചാരണ തടവുകാരനായിട്ടാണ് പ്രതി കോടതി നടപടികൾ പൂർത്തിയാക്കിയത്.